കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. വത്തിക്കാൻ രാഷ്ട്ര നിയമമായ കാനൻ നിയമം റദ്ദു ചെയ്യുന്നുവെന്നാണ് വിശ്വാസികൾ നിയമനിർമ്മാണ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചത്. കാനൻ നിയമം കത്തിച്ചുകൊണ്ടും കൂനൻ കുരിശു സത്യത്തിൻ്റെ ഓർമ്മ പുതുക്കിയുമാണ് നസ്രാണി കത്തോലിക്കർ അസംബ്ലി ചേർന്നത്. കാനൻ നിയമങ്ങൾ നസ്രാണികൾ അംഗീകരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ചരിത്ര സംഭവമാണ് കൊച്ചിയിൽ നടന്നത്. സൂര്യൻ അസ്തമിക്കാത്ത റോമൻ കത്തോലിക്ക സാമ്രാജ്യത്തിനു നേരെ കത്തോലിക്ക വിശ്വാസികളുടെ ചെറുകൂട്ടായ്മ വിരൽ ചൂണ്ടിയ സംഭവം. കത്തോലിക്ക അൽമായരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നടന്നത്. റോമൻ സഭയുടെ കാനൻ നിയമം അനുസരിക്കില്ല എന്നാണ് സമ്മേളനത്തിന്റെ പ്രഖ്യാപനം. പകരം ജനാധിപത്യ രീതിയിൽ പഴയ പള്ളിയോഗങ്ങളെ പുനഃസ്ഥാപിക്കുന്ന നിയമങ്ങൾ അസംബ്ലി പാസാക്കി. ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 200 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കാനൻ നിയമ വിരുദ്ധ പ്രബന്ധങ്ങളും പ്രമേയങ്ങളും അസംബ്ലി അംഗീകരിച്ചു. 1992 മുതൽ സീറോ മലബാർ സഭയിൽ നിലവിൽ വന്ന കാനൂൻ നിയമം ചൂഷക നിയമമെന്നാണ് അൽമായരുടെ ആരോപണം. നിയമപുസ്തകത്തിന്റെ മാതൃക കത്തിച്ചാണ് വിശ്വാസികൾ അമർഷം രേഖപ്പെടുത്തിയത്. വത്തിക്കാനിലെ ഭരണഘടനയാണ് കാനൻ നിയമം. ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമായ പല വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് നിയമമെന്ന് അൽമായ സംഘടന ആരോപിക്കുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയോ പാർലമെൻറ്റോ അല്ലെങ്കിൽ നിയമസഭകളോ അംഗീകരിച്ചിട്ടുള്ള നിയമമല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ്. രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഏകാധിപത്യ നിയമമാണ്. ഈ നിയമം അനുസരിച്ച് സമാന്തര കോടതിയും സമാന്തര ജുഡീഷ്യറിയും സമാന്തര കോർട്ട് ഫീസും സമാന്തര മുദ്രപത്രങ്ങളും അതുപോലെ വിധിന്യായങ്ങളും ശിക്ഷയും ഫൈനും ഈ കോടതി വിധിക്ക് വിധേയമായി ഇവർ പ്രാബല്യത്തിലാക്കി ഏകാധിപത്യ വാഴ്ചയും സമാന്തര വാഴ്ചയും ഭരണഘടനാ വിരുദ്ധമായ വാഴ്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമം അനുസരിച്ച് മെത്രാനെയോ വൈദികരെയോ സന്യസ്തരെയോ സന്യാസിനികളെയോ കോടതികളിലോ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളുടെ പക്കലോ സാക്ഷിയാക്കാനോ പ്രതിയാക്കാനോ പാടില്ല എന്ന് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. ധാരാളം കേസുകൾ ഹൈക്കോടതിയിലും എല്ലാ കോടതികളും ഉണ്ട്. പിന്നെ അനുവദിക്കാനായിട്ടാണോ കേസ് കൊടുക്കണേ? അവിടെ അച്ഛന്മാർക്കെതിരായിട്ടും മദ്രാന്മാർക്കെതിരായിട്ടും കേസുണ്ട്. ഇത് ഞാനിത് പറഞ്ഞത് ഇന്ത്യ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് കത്തോലിക്കാ സഭയ്ക്ക് കാനൻ നിയമമുള്ളതെന്നല്ല. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും കാനൻ നിയമം കത്തോലിക്കാ സഭയുടെ അംഗങ്ങൾ കാനൻ നിയമത്തിന് വിധേയമാണ്. അവിടെ ഇല്ലാത്ത ഒരു അധികാരം ഇവിടെ മദ്രാന്മാർക്കില്ല, ഒരു അച്ഛനും ഇല്ല. അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യങ്ങൾ ഇവിടെയും ചോദ്യം ചെയ്യാൻ പാടില്ല. നേരത്തെ സഭയ്ക്കുള്ളിൽ ജനാധിപത്യ രീതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ വ്യക്തി നിയമ നിർദ്ദേശങ്ങൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷനായ നിയമപരിഷ്കരണ സമിതിക്ക് മുമ്പാകെ സമർപ്പിച്ചിരുന്നു. എന്നാൽ നിർദ്ദേശങ്ങൾ നടപ്പായില്ല. കേന്ദ്ര സർക്കാരിനും ഇത്തരം നിയമനിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അവഗണിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഒരു വിഭാഗം കത്തോലിക്ക വിശ്വാസികൾ അസംബ്ലി ചേർന്ന് സ്വയം നിയമനിർമ്മാണം നടത്തിയത്. AD 52 മുതൽ 1992 വരെ ഭാരതീയ ശൈലിയിൽ ദേശീയതയ്ക്കും നമ്മുടെ ഭരണഘടനയ്ക്കും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും വിധേയമായിട്ടായിരുന്നു പള്ളി യോഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. പള്ളി പൊതുയോഗങ്ങൾ കൂടി അവരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുന്ന പതിവായിരുന്നു ഇതുവരെ നിലനിന്നിരുന്നത്. എന്നാൽ 92 പൗരസ്ത്യ കാനൻ നിയമത്തിന് വിധേയമായി. ഏകാധിപത്യപരമായ നിയമമാണ് ഈ കാനൻ നിയമം. ഈ നിയമത്തിന് വിധേയമായി പള്ളികളുടെയും പള്ളിവാസ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും ഭരണാധികാരം വത്തിക്കാനും വിധേയമായി ഇന്ത്യയിലെ അതാത് രൂപത ബിഷപ്പ്മാരും കൈയടക്കിയിരിക്കുകയാണ്. ഇതിനെതിരെയാണ് വിശ്വാസ സമൂഹം ഇപ്പോൾ നിയമത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഭരണഘടനയ്ക്കെതിരാണ് കാനൂൻ നിയമമെങ്കിൽ ചെയ്യേണ്ടത് അത് ഭരണഘടനയ്ക്കെതിരാണെന്നും പറഞ്ഞൊരു കേസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഭരണഘടനയ്ക്കെതിരാണെങ്കിൽ കോടതി നിശ്ചയിക്കട്ടെ, അതനുസരിച്ച്. പക്ഷേ അവർക്കത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഈ സഭ ഇന്നലെ ഉണ്ടായതല്ല, നൂറ്റാണ്ടുകളിലൂടെ നടന്നതാണ്. സഭ ഇന്ത്യയിൽ മാത്രമല്ല ഈ പ്രശ്നത്തിലുള്ളത്.
ചൈനയിൽ കത്തോലിക്ക സഭയുണ്ട്. ചൈനയിൽ കാനൻ നിയമം അനുസരിച്ചാണ് ചൈനക്കാർ നടക്കുന്നത്. അമേരിക്കയിലുണ്ട്, യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. സ്വന്തം നിയമങ്ങൾക്കായി ശക്തമായി പോരാടാനാണ് അൽമായരുടെ നീക്കം. ഇതിനായി നിയമ നടപടികളുടെ വഴിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഈ നിയമം ദ്രുത മേജർ ആർച്ച് ബിഷപ്പ് മുഖാന്തരം എല്ലാ പള്ളികൾക്കും ഇത് സർക്കുലർ അയക്കുന്നതിന് ഞങ്ങൾ ജൂലൈ 3 പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് അസംബ്ലി തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ ഞങ്ങളുടെ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന് ഈ നിയമം അയച്ചു കൊടുക്കും. ആ നിയമം ഇതിൻ്റെ ഞങ്ങളുടെ കവറിംഗ് ലെറ്ററോട് കൂടി തന്നെ അത് നിയമമാക്കുന്നതിനെ തടസ്സം ചെയ്യുകയും അവരുടെ ഏകാധിപത്യ നിയമം ഫോളോ ചെയ്യുകയും ചെയ്താൽ അതിന് നിയമപരമായ ഒരു പോരാട്ടം തന്നെ ഞങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പുരാതന നസ്രാണി സഭയ്ക്കുമേൽ റോമൻ വിശ്വാസങ്ങളും നിയമങ്ങളും ഇതുപോലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിശ്വാസ അടിമത്തത്തിനെതിരെ തദ്ദേശീയ നസ്രാണികളുടെ പോരാട്ടമാണ് കൂനംകുരിശു സത്യം. അതേ മുദ്രാവാക്യം ഉയർത്തി അൽമായരും 2ാം കൂനംകുരിശു സത്യപ്രതിജ്ഞ പുതുക്കി. ജീവനുള്ള കാലം സന്മാർഗത്തിനും ദേശീയതയ്ക്കും ഇന്ത്യൻ ഭരണഘടനയ്ക്കും എതിരായ ഏകാധിപത്യ കാനൻ നിയമങ്ങൾ നസ്രാണികൾ അംഗീകരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.